ആരൊക്കെയോ കൂട്ടുകാർ ചോതിയുടെ വിശേഷം വായിക്കണം എന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാനത് വായിക്കാം കേട്ടോ. നിർബന്ധശീലരും സ്വതന്ത്രരുമായ ചോതി നക്ഷത്രക്കാർ പൊതുവെ ശാന്തശീലരായിരിക്കും. എങ്കിലും സ്വന്തം പ്രവൃത്തികളെ ആരെങ്കിലും വിമർശിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നത് ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. എന്നു മാത്രമല്ല, ക്ഷോഭിച്ച് ചിലപ്പോൾ സാഹസികമായി പെരുമാറുകയും പിന്നീട് അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യും. ബുദ്ധിശക്തിയും കർമ്മകുശലതയും കൈമുതലായുള്ളവരാണ് ഈ നാളുകാർ വിശ്വസ്തരും ക്രയവിക്രയങ്ങളിൽ കണിശക്കാരുമായിരിക്കും. സ്ത്രീജനങ്ങളുടെ ചേഷ്ടകളിൽ ആകൃഷ്ടരാകുന്നവരാണിവർ. മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്യാനും ഇവർ മടി കാണിക്കില്ല. പക്ഷേ ഇവർ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി മറ്റൊരാളുടെ കീഴിൽ പണിയെടുക്കുവാൻ ഇഷ്ടപ്പെടുകയില്ല. ഇവർ ശരീരപുഷ്ടിയുള്ളവരായിരിക്കും. ഇവർക്ക് വേണ്ടുവോളം അഭിമാനബോധവും ദുർഘടസന്ധികളെ നേരിടാനുള്ള മനഃശക്തിയും ഉണ്ടായിരിക്കും. എത്ര മഹാനായ വ്യക്തിയായാലും അവരോട് സാമാന്യ മര്യാദയിൽ കവിഞ്ഞ ബഹുമാനവും ആശ്രയത്വവും ഇവർ പ്രകടിപ്പിക്കുകയില്ല. ഈ സ്വഭാവം ജീവിതത്തിൽ പല ശത്രുക്കളെയും ആരോപണങ്ങളെയും വിമർശനങ്ങളെയും ക്ഷണിച്ചു വരുത്താൻ ഇടയാകും. അപ്പം നിങ്ങൾ സൂക്ഷിക്കുക. തനിക്കിഷ്ടമില്ലാത്തവരുടെ എന്ത് പ്രതികാരവും ചെയ്യാൻ മടിക്കാത്തവരാണിവർ. തന്നെ ആശ്രയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ മടിക്കാത്തവരാണിവർ. സാധാരണയായി അനാഡംബര ജീവിതം നയിക്കുന്ന ഇവർ ബന്ധുക്കൾക്ക് വേണ്ടി പല ത്യാഗങ്ങളും സഹിക്കും. സാമ്പത്തിക പരാധീനതയും സഹോദര ക്ലേശവും ഉണ്ടാകും. ക്ലേശം നിറഞ്ഞ ബാല്യകാലമായിരിക്കും ഇവരുടേത്. ബന്ധുക്കളിൽ നിന്നോ സ്വന്തക്കാരിൽ നിന്നോ ഒരു നേട്ടവും ഇവർക്കുണ്ടാകില്ല. എങ്കിലും സ്വപരിശ്രമം കൊണ്ട് ജീവിതത്തിന്റെ ഉന്നത നിലയിലെത്തും. ഇവർക്ക് നല്ല ആരോഗ്യവും ആകർഷണീയമായ ശരീരവുമാണുള്ളത്. ഉദരരോഗങ്ങൾ, ഹൃദ്രോഗം എന്നിവയെ ഈ നാളുകാർ സൂക്ഷിക്കണം. അപവാദങ്ങളും ആരോപണങ്ങളും ഈ നാളുകാർക്ക് നേരിടേണ്ടി വരുമെങ്കിലും മനഃശക്തിയും വൈരാഗ്യപതിയും ഇവരെ പരാജയത്തിൽ നിന്ന് രക്ഷിക്കും. സ്വന്തം നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ചോതി നക്ഷത്രക്കാർ ധാർമ്മികരും നല്ല പൗരന്മാരുമായിരിക്കും. സ്നേഹത്തിനും മറ്റു കോമള ഭാവങ്ങൾക്കും വില കൽപ്പിക്കുന്ന ഇവർ മധ്യസ്ഥത വഹിക്കാനും വീട്ടിൽ ശാന്തിയും സമാധാനവും നിലനിർത്താനും മിടുക്കരായിരിക്കും. എന്ത് വില കൊടുത്തും കലഹം ഒഴിവാക്കി എല്ലാവരുമായി യോജിച്ച് കഴിയാൻ ഇഷ്ടപ്പെടുന്നവരാണിവർ. ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായിരിക്കില്ല. മറ്റുള്ളവർക്ക് രമ്യമെന്ന് തോന്നുമെങ്കിലും വാസ്തവത്തിൽ ഹൃദ്യമോ സമാധാനപരമോ ആയിരിക്കില്ല. ഇവർക്ക് കൂടെ ഉണ്ടാകുന്ന മനോദുഃഖം അഭിവൃദ്ധിക്കും പുരോഗമനത്തിനും വേണ്ടിയുള്ള പരിശ്രമത്തെ തകിടം മറിക്കും. 30 വയസ്സുവരെ ഒരു പുരോഗതിയും നേടാൻ കഴിയാത്ത ഇവരുടെ നല്ല കാലം 30-60 വയസ്സുകൾക്കിടയിലാകും. ഈ നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് ചില പ്രത്യേക കാര്യങ്ങൾ കൂടി അറിയുവാനുണ്ട്. പാതിവൃത്യവും സത്യവും പാലിച്ച് കുടുംബശൈഥില്യത്തിന് ഇട നൽകാത്തവരാണിവർ. സന്താനങ്ങളിൽ നിന്ന് സുഖാനുഭവം ഉണ്ടാകും. ഗാർഹിക ഔദ്യോഗിക മണ്ഡലങ്ങളിൽ ശോഭിക്കാൻ കഴിയും. ഇവർക്ക് ബന്ധുക്കളും പ്രസിദ്ധിയും ഉണ്ടാകും. ഇവർ പൊതുവെ സാവധാനത്തിൽ നടക്കുന്നവരായിരിക്കും. ഈ നക്ഷത്രത്തിന്റെ ദശാകാലങ്ങൾ വ്യാഴം, ശനി, ബുധൻ, കേതു, ശുക്രൻ, സൂര്യൻ ഈ ക്രമത്തിലായിരിക്കും. ഇതാണ് ചിത്രക്കാരെ പറ്റി പറഞ്ഞേക്കുന്നത്. അല്ല, ചിത്രയല്ല, ചോദ്യമാണ് ഞാൻ വായിച്ചത്. ചിത്ര നേരത്തെ കഴിഞ്ഞതാ. ശരി.